നൽകിയ സാവകാശത്തിൽ സ്തുതിക്കുന്നു. Thank God for giving another opportunity to stand before you. നല്ല ഒരു പ്രഭാതം. നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ സ്തുതിപ്പാൻ ദൈവം ഒരു പ്രാവശ്യം കൂടെ നമ്മെ സഹായിച്ചു ഇടയാക്കി. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. God has given us another opportunity, another morning to worship Him. We thank God for that. പ്രാരംഭമായിട്ട് ഒരു വേദഭാഗം വായിക്കാൻ താല്പര്യപ്പെടുന്നു. I would like to read a passage from the Bible. ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 4-ഉം 5-ഉം വാക്യങ്ങൾ. Daniel chapter 1 verses 4 and 5. In the third year of the reign of, verses 4 and 5. Young men in whom there was no blemish, but good-looking, gifted in all wisdom, possessing knowledge and quick to understand, who had ability to serve the king's palace, and whom they might teach the language and literature of the Chaldeans. And the king appointed for them a daily provision of the king's delicacies and of the wine which he drank, and 3 years of training for them, so that at the end of that time they might serve before the king. ഇന്ന് വചനത്തിൽ നിന്ന് ചിന്തിക്കണം എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ, when I was thinking of speaking of the word of God, ഏത് വിഷയം തിരഞ്ഞെടുക്കുമെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പല വിഷയങ്ങൾ കടന്നു വന്നാൽ ഇന്ന് ഏത് വിഷയം സംസാരിക്കുമെന്ന് ചിന്തിച്ചപ്പോൾ, when I was thinking of what topic to speak about, then I was thinking about this. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ. This is a time of social media. എല്ലാവരും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അങ്ങനെ പുതിയ തലമുറ മുഴുവൻ സോഷ്യൽ മീഡിയയിൽ മുഴുകി തങ്ങളുടെ, എനിക്ക് തോന്നുന്നു, ഓൾമോസ്റ്റ് ടൈം അതിൽ സ്പെൻഡ് ചെയ്യുന്നവരാണ്. This generation has been spending too much time on social media. ലൈക്കും ഷെയറും ഫോളോയും ചെയ്യുന്നവരാണ് എല്ലാവരും. We follow, like and share. നമ്മൾ പുതിയ കാലഘട്ടം എല്ലാവരും, പ്രായമുള്ളവരും ചെറുപ്പക്കാരും എല്ലാം ഇന്ന് സ്പെഷ്യലി സോഷ്യൽ മീഡിയക്ക് അഡിക്റ്റ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. Probably many of the old and young are addicted to social media. എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങളെ ഫോളോ ചെയ്യൂ. Everyone keeps talking about follow me. അപ്പോൾ ഞാൻ ബൈബിളിൽ നമുക്ക് ആരെ ഫോളോ ചെയ്യാം എന്നുള്ളത് ഞാൻ ചിന്തിച്ചപ്പോൾ, when I was thinking of whom to follow as mentioned in the Bible, of course കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. Of course it's Jesus Christ whom we should follow. എന്നാൽ മനുഷ്യരായി ജനിച്ചല്ലേ ഈ ലോകത്തിൽ ജീവിച്ച ആരെ ഫോളോ ചെയ്യാം എന്ന് ഞാൻ ചിന്തിച്ചു. I was thinking of who else, which other man in the Bible we could follow. അനേക ദൈവദാസന്മാരുണ്ട്, അനേക ദൈവ മക്കളുണ്ട് നമുക്ക് ഫോളോ ചെയ്യാൻ. മാതൃകയായിട്ടുള്ള അനേകരെ ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. In the Bible we see about several men of God whom we can follow. ഞാൻ പെട്ടെന്ന് ആരെ കുറിച്ച് സംസാരിക്കും, അല്ലെ ആരെ നമുക്ക് ഫോളോ ചെയ്യാം എന്ന് ചിന്തിച്ചപ്പോൾ, when I was thinking of whom we can follow, എൻ്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വന്ന പേര് ദാനിയേലാണ്. Daniel is the person that came to my mind first. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രിയ ആരൻ സൺഡേ സ്കൂളിൽ നമ്മൾ ദാനിയേൽ പ്രവചനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. We have been studying the book of Daniel. Brother Aaron has been leading that study. എനിക്കും ചില ദാനിയേൽ ആ സമയത്ത് കുറെ ദാനിയേലിന്റെ പുസ്തകം വായിക്കുവാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. At the same, I also have been able to study the book of Daniel. നാം ഇപ്പോൾ വായിച്ച വേദഭാഗത്ത് നാം ദാനിയേൽ ആരായിരുന്നു എന്ന് നാം കാണുവാനായിട്ട് സാധിക്കും. In this portion that we read about who Daniel was. തന്റെ യൗവനത്തിൽ ആണ് താൻ ഈ കൊട്ടാരത്തിലേക്ക് പഠിക്കുവാനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്നത്. He comes to the palace at a young age to study. ഒരു ഇന്നത്തെ രീതിയിൽ പറയുവാണെങ്കിൽ ഒരു 3-year കോഴ്സ് പഠിക്കാനായിട്ട്, തന്റെ ഡിഗ്രി ചെയ്യാൻ ഈ രാജകൊട്ടാരത്തിന്റെ രീതിയും ഇതും പഠിക്കുവാനായിട്ടാണ് ഈ കൊട്ടാരത്തിൽ ആദ്യമായി വരുന്നത്. If you look at it in modern terms, Daniel is coming to the palace to, like as if it is to earn a degree of 3 years degree. He's coming there to study. തന്റെ യൗവന പ്രായം അതാണ് എന്നെ ഇവിടെ ചിന്തിപ്പിച്ചത്. What seemed thoughtful was it's written that young, in his youth he has come there. ഒരു യഹൂദപുത്രനായ ദാനിയേൽ അവിടെയാണ് നമ്മൾ ദാനിയേലിനെ ആദ്യമായിട്ട് ഈ ഭാഗത്താണ് കാണുന്നത്. He's a Jewish boy, young man over here in this passage. യുവാക്കളെ സംബന്ധിക്കുമ്പോൾ ഏറ്റവും തെറ്റിപ്പോകാവുന്ന ഒരു ഏജ് ആണ് നമ്മുടെ യുവത്വത്തിലേക്ക് കടക്കുമ്പോൾ. Youth, that's a period when you can go astray. Especially നമ്മുടെ കോളേജ് ജീവിതത്തിൽ, especially a time of university in college. അനേക തെറ്റിപ്പോകാവുന്ന അനേക വഴികൾ നമ്മുടെ കോളേജ് ലൈഫ് തുടങ്ങുന്നിടത്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. When we start the time of university or college, that is when
there's more chance of going astray. പെട്ടെന്ന് ഒരു സ്കൂൾ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഒരു കോളേജ് അറ്റ്മോസ്ഫിയറിലേക്ക് സ്പെഷ്യലി ഞാൻ യൂത്തിനോടാണ് ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. I'm speaking to the youth mainly in the starting portion, and when they go from school to high school to college or university, that's when there's more chance of going. നിങ്ങളുടെ ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ യുവാവായിരുന്ന സമയത്താണ് ഈ കൊട്ടാരത്തിലേക്ക് ദാനിയേൽ തിരഞ്ഞെടുക്കപ്പെടുന്നത്. Daniel was selected to go to the palace and to study at an age similar to yours. എൻ്റെ സ്കൂൾ ജീവിതം കഴിഞ്ഞ് ഞാൻ കോളേജിലോട്ട് ചെല്ലുമ്പോൾ, when I finished my schooling and went to college, അന്ന് പ്രീ ഡിഗ്രി, ഇന്ന് അതില്ല, 12th ആണ് നാട്ടിലും, അന്ന് പ്രീ ഡിഗ്രി. അപ്പോൾ സ്കൂളിൽ നിന്ന് വളരെ ഫ്രീ ആയിട്ട് നമ്മൾ ചെല്ലുന്ന ഒരു സമയമാണ്. ആരും നമ്മളെ വാച്ച് ചെയ്യാനില്ല. നമുക്ക് സ്കൂളിനെ ടീച്ചേഴ്സ് എപ്പോഴും അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ വാച്ച് ചെയ്യാനുണ്ട്. എന്നാൽ നമ്മൾ പെട്ടെന്ന് ഈ പ്രീ ഡിഗ്രി എന്ന് പറഞ്ഞ് കോളേജിലോട്ട് ചെല്ലുമ്പോൾ അങ്ങനെ വലുതായിട്ട് നമ്മളെ ആരും വാച്ച് ചെയ്യാനില്ല. When you leave high school and go to college, then you don't have anyone watching over you or to monitor you. തെറ്റിപ്പോകാവുന്ന അനേക വഴികളുണ്ട് നമ്മുടെ മുന്നിൽ. There are so many ways in which you can go astray. ഞാനും അല്പം രാഷ്ട്രീയവും അതും ഇതും ഒക്കെ ആയിട്ട് ചെറുതായിട്ട് ട്രാക്ക് ഒന്ന് മാറ്റിയ ആളാണ്. Even I also went in a ഞങ്ങളെ തൊട്ടാലാ കൈ വെട്ടു എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചതാണ്. I also used to be involved in college politics and used to even. അങ്ങനെ അനേക രീതിയിൽ നമുക്ക് വഴിതെറ്റി പോകാവുന്ന ഒരു അവസ്ഥയാണ്. So there are many ways in which you can go astray. എന്നാൽ ഇവിടെ ദാനിയേലിനെ കുറിച്ച് നാം വായിക്കുന്നത്, But here you read about Daniel. ദാനിയേൽ 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. Chapter 1 verse 8. But Daniel purposed in his heart that he would not defile himself with the portion of the king's delicacies, nor with the wine which he drank. Therefore he requested of the chief of the eunuchs that he might not defile himself. രാജാവ് ഈ യൗവനക്കാരെ തിരഞ്ഞെടുത്തപ്പോൾ അവർക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും അവിടെ കൊടുത്തു. രാജാവ് കഴിക്കുന്ന ഭോജനവും വീഞ്ഞും എല്ലാം ഇവർക്ക് അനുഭവിക്കുവാൻ സാധിക്കും. When the king selected these young men, the king gave them all the facilities and all the provisions of the palace, including the food that he ate. എന്നാൽ ദാനിയേൽ ഇവിടെ ഒരു ദൈവത്തിന്റെ ഒരു പുത്രനല്ല, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മകൻ എന്ന നിലയിൽ രാജാവിന്റെ യാതൊരുവിധ ഭോജനവും താൻ അനുഭവിക്കുകയില്ല എന്ന ഒരു ദൃഢപ്രതിജ്ഞ അവിടെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. Daniel, knowing that he's a child of God, he has decided, he has purpose in his heart that he will not eat any of the king's food. അവിടെ നാം കാണുന്നത് താൻ ദൃഢപ്രതിജ്ഞ എടുത്ത് തന്നെത്താൻ അശുദ്ധനാക്കുകയില്ല. He has taken a purpose. He has decided, he has purpose that he will not defile himself. ഒരു യുവാവ് എന്ന നിലയിൽ തനിക്ക് ആ സുഖ സൗകര്യങ്ങളെല്ലാം ആസ്വദിക്കാം. As a youth, he could enjoy all of this. എന്നാൽ ദൈവത്തിൽ അടിയുറച്ച വിശ്വാസമുള്ള ദാനിയേൽ അവിടെ പറയുകയാണ്, ഞാൻ അതിലൊന്നും തന്നെത്താൻ ഞാൻ അശുദ്ധനാക്കി, എന്നെ തന്നെത്താൻ ഞാൻ അശുദ്ധനാക്കിയില്ല എന്ന്. But Daniel, who had a strong faith in God, decided that he will not defile himself. വളരെ സെൽഫ് കൺട്രോൾ ഉള്ള ഒരു മനുഷ്യനായിട്ട് നമുക്ക് ദാനിയേലിനെ അവിടെ കാണുവാനായിട്ട് We സാധിക്കും. see Daniel as a man who had great self-control. ബാബേൽ രാജ്യത്തിന്റെ സുഖ സൗകര്യങ്ങളൊന്നും അനുഭവിക്കാതെ, by rejecting all the comforts of Babylon, താൻ ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തെ അല്ലെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകളെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ദാനിയേലിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. we see Daniel that he decides to hold on to God's commandments wherever he is. അടുത്തായിട്ട് നമുക്ക് 2-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം വായിക്കാം. Next we can turn to chapter 2 verse 2. Then the king gave the command to call the magicians, the astrologers, the sorcerers, and the Chaldeans to tell the king his dreams. So they came and stood before the king. ഇവിടെ നാം കാണുവാൻ അതിന്റെ താഴോട്ടുള്ള വാക്യങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ ദാനിയേലിന്റെ വിശ്വസ്തത, താൻ ദൈവത്തോട് വിശ്വസ്തനായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. When you read the following verses, we see the faithfulness of Daniel towards God. ദൈവത്തിൽ അത്ര അടിയുറച്ച് വിശ്വസിച്ച ഒരാളാണ്. He believed God and followed God very strongly. വളരെ പ്രാർത്ഥനാ നിരതനായ ഒരു മനുഷ്യനാണ് ദാനിയേൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. He is a man of prayer. ദാനിയേൽ 6-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. In chapter 6 verse 10 we see that. Now when Daniel knew that the writing was signed, he went home, and in his upper room, with his windows open towards Jerusalem, he knelt down on his knees 3 times that day and prayed and gave thanks before his God, as was his custom since early days. ഒരു പ്രാർത്ഥന വീരനായിട്ട് നമുക്ക് ഇവിടെ ദാനിയേലിനെ കാണുവാനായിട്ട് സാധിക്കും. We see Daniel as a prayer warrior. 3 നേരം മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. We see Daniel who is on his knees and praying 3 times a day. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ, dear children of God,
പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ് നാം പലപ്പോഴും അവഗണിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. In our life, we often neglect the importance of prayer. നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ നാം മറ്റുള്ളവരെ പ്രാർത്ഥനയിൽ വഹിക്കാറുണ്ടോ? Do we remember others in our prayers in the same way that we pray for our own needs? നമ്മുടെ കൂട്ടുവിശ്വാസികളെ, Our dear brethren, നമുക്ക് അറിയാവുന്ന മറ്റു പ്രിയപ്പെട്ടവർ, ചിലപ്പോൾ അവർ വിശ്വാസികളായിരിക്കത്തില്ല, do we pray for others that we know who may not even be in the faith? എന്നാൽ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? But do we pray for them? ദാനിയേലിന്റെ പ്രാർത്ഥനാ ജീവിതം നമുക്ക് വളരെ മാതൃകയായിട്ട് അനുകരിക്കാവുന്ന, ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു മാതൃകയാണ്. The prayer life of Daniel is a nice model to follow. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അതേസമയം മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന ദാനിയേൽ. He prays for himself and he prays for others also. എപ്പോഴും പ്രാർത്ഥനയുടെ ഒരു എൻകറേജ്മെന്റ്, പ്രാർത്ഥിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ദാനിയേലിനെ കാണുവാനായിട്ട് സാധിക്കും. Daniel is an encouragement for us to pray. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, praying for others. കരയുന്നവരെ കാണുമ്പോൾ കരയുവാനും സന്തോഷിക്കുന്നവരോടുകൂടെ അല്പം സന്തോഷിക്കുവാനും ദൈവം നമ്മളെ ഇടയാക്കണം. May the Lord help us to weep with them that weep and to rejoice with them that rejoice. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, to pray for others. നമുക്ക് സാറ്റർഡേ പ്രെയർ മീറ്റിംഗ് ഉണ്ട്. We have a prayer meeting on Saturday. നമ്മൾ വളരെ ഗൗരവത്തോട് കാണേണ്ടുന്ന ആണ് പ്രെയർ. എല്ലാ ആഴ്ചയിലും ചിലപ്പം നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. We should take the prayer meetings very seriously. Sometimes we may not be able to join. എന്നാൽ നമുക്കാവുന്നിടത്തോളം പ്രാർത്ഥനയിൽ നാം എപ്പോഴും ഉറ്റിരിക്കുവാൻ ശ്രദ്ധിക്കണം. But we should remember always to be prayerful and to pray without ceasing. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഒരു അനിവാര്യ ഘടകമാണ്. Prayer is a very important thing in our life. അതുപോലെ തന്നെ ദാനിയേൽ 9-ാം അധ്യായം, ദാനിയേൽ 9 അതിന്റെ 3-ാം വാക്യം മുതൽ നാം താഴോട്ട് വായിക്കുമ്പോൾ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്ന ഒരു ദാനിയേലിനെ നമുക്ക് ആ ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കും. In chapter 9:3 onwards, we see Daniel as one who encourages others. ഒരു പേടിയില്ലാതെ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു ദാനിയേലാണ്. Daniel, who's fearless, who's bold, and he prays. 6-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തോ അവിടെ കാണുമ്പോൾ, അപ്പോൾ ആ പുരുഷൻ ബന്ധപ്പെട്ട് വന്ന് ദാനിയേൽ തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നത് കണ്ടു. Chapter 6, verse 11. Then these men assembled and found Daniel praying and making supplication before his God. രാജാവിന്റെ കൽപ്പനയുണ്ട്. ആ സമയത്ത് ആ ബിംബത്തെ അല്ലാതെ മറ്റൊന്നും ആരാധിക്കാനോ ഒന്നും പാടില്ലാത്ത സമയത്താണ് തന്റെ ദൈവത്തോട് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ ആ ആള് കാണുന്നത്. We see Daniel who is disobeying the command of the king not to pray to anyone else except to the idol of the king. ഏതു സമയത്തും പ്രാർത്ഥിക്കുന്നതിന് ദാനിയേലിന് ഒരു ഭയം ഇല്ലായിരുന്നു എന്ന് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. See Daniel that he is not afraid to pray anytime. പ്രാർത്ഥിക്കുന്ന മറ്റുള്ളവർ കണ്ടാൽ അത് തന്റെ ജീവന് തന്നെ അപകടമാണ് എന്ന് ദാനിയേലിന് അറിയാം. Daniel knew that it was dangerous to pray in public. But still അവൻ ആ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. But still he is praying. അടുത്തായിട്ട് ദാനിയേൽ 10-ന്റെ 19-ാം വാക്യം. Chapter 10, verse 19. അവിടെ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിട്ട് ദാനിയേലിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. In this verse, we see Daniel as someone whom the Lord 19-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്, ഏറ്റവും പ്രിയ പുരുഷ, ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം, ബലപ്പെട്ടിരിക്കുക എന്ന് അവൻ എന്നോട് സംസാരിച്ചു. And he said, "O man greatly loved, fear not. Peace be to you. Be strong. Yes, be strong." ദൈവത്തെ സ്നേഹിക്കുന്നവരെ, ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരെ ദൈവം ഒരിക്കലും കൈവിടുന്നില്ല. ഭയപ്പെടേണ്ട ഉള്ള ഏറ്റവും പ്രിയ പുരുഷ എന്നുള്ള ഒരു അഭിസംബോധന അവിടെ ദാനിയേലിന് ദൈവം കൊടുക്കുകയാണ്. One who loves God and fears God and prays to God, to them God gives this encouragement. God considers them greatly beloved. ദാനിയേലിനെ ദൈവം സ്നേഹിക്കുകയും അവനെ ശക്തീകരിക്കുകയും ചെയ്യുന്നതായിട്ട് അവിടെ നമുക്ക് കാണുവാനായിട്ട് We സാധിക്കും. see that God is encouraging Daniel and loves Daniel. നമ്മുടെയും ജീവിതത്തിൽ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഉറ്റിരിക്കുകയാണെങ്കിൽ ദൈവം തീർച്ചയായിട്ടും നമ്മെയും ബലപ്പെടുത്തും. നമ്മോട് കൂടെ അവന്റെ സ്നേഹവും ശക്തിയും ഉണ്ടാവും. In our lives also, if we are prayerful, then God's love will be in our lives and his encouragement will also be there. ദാനിയേലിന്റെ ജീവിതത്തിൽ അനേക പ്രതിസന്ധികൾ വന്നപ്പോഴൊക്കെ അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തെ മുറുകെ പിടിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് ദാനിയേൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും. In the midst of trials, we see that Daniel is always
holding on to God. ദാനിയേൽ വളരെ വിനയാനുവിധനായിട്ടും അതുപോലെ ദൈവത്തെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുമായിട്ടാണ്. ഒരിക്കലും ഒരു ബഹളങ്ങളോ അല്ലെങ്കിൽ ഒരു കോപത്തിൻ്റെതായ ഒരു ഭാവം ദാനിയേൽ എവിടെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. We don't see anything mentioned about Daniel getting angry or disobeying God. ദാനിയേൽ എപ്പോഴും തൻ്റെ പ്രാർത്ഥനയിൽ യാചിക്കുകയും അതുപോലെ ദൈവത്തോട് യാചിക്കുന്ന ഒരു ദാനിയേലിനെ കാണുവാനായിട്ട് സാധിക്കും. ദാനിയേൽ 9-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം. We see in chapter 9 verse 19 that we see a Daniel who is beseeching God. അവിടെ കർത്താവെ കേൾക്കണമേ, കർത്താവെ ക്ഷമിക്കണമേ, കർത്താവെ ചെവിക്കൊണ്ട് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ കാണുവാനായിട്ട് സാധിക്കും. We see Daniel who is praying, "Oh Lord, hear, oh Lord, forgive, oh Lord, listen and act." അവന്റെ വിശ്വാസം ഏറ്റവും ആഴത്തിൽ വേരൂന്നിയതാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. We see that his faith is very deep. ഡീപ്പ് റൂട്ടഡ് എന്നാണ് അവിടെ കാണുവാനായിട്ട് See സാധിക്കും. that his faith is deep rooted there. അവന്റെ വിശ്വാസവും ദൈവത്തോടുള്ള അവന്റെ സ്നേഹവും ഏറ്റവും ആഴം ചെന്നതാണ്. His faith and his love of God was deep rooted. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ദൈവത്തോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്? Dear ones, how is our attitude towards God? എപ്പോഴും നമുക്കൊരു ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നാം ദൈവമുഖത്തേക്ക് നോക്കാറുള്ളൂ. Do we look to God only when we have a need? എസ്പെഷ്യലി നമുക്ക് പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ വരുമ്പോഴാണ് ദൈവമുഖത്തെ കൂടുതൽ നോക്കുന്നത്. Most of the time we look to God when we have a need, when we have trials. നാമും നമുക്ക് ചുറ്റുമുള്ളവരും ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ദൈവത്തെ മറന്നു പോകുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. When we and our dear ones are doing fine, then we often forget God. എന്നാൽ ഇവിടെ ദാനിയേലിന്റെ വേരൂന്നിയ ദൈവത്തോടുള്ള ആഴമായ വേരൂന്നിയ അടുപ്പം, വിശ്വസ്തത, സ്നേഹം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. Here we see Daniel who's deep-rooted love and faith towards God. ഒരു അചഞ്ചലനായ ദാനിയേലിനെ അവിടെ കാണുവാനായിട്ട് സാധിക്കും. We see an unshakable Daniel here. ദാനിയേൽ എപ്പോഴും ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. We see that Daniel is someone who's very beloved. അവന് എപ്പോഴും ദൈവത്തെ അനുസരിക്കുന്നവനും He obeyed God. ദൈവത്തെ മുറുകെ പിടിക്കുന്നവനും He held on to God. ഒബീഡിയൻസ്, അനുസരണയുള്ളവനാണ്. അതാണ് അവിടെ ഊന്നി കാണുന്നത്. We see that Daniel beat to God. വളരെ ഡിവോട്ടഡ് ആയിരുന്നു ദാനിയേൽ. He was quite devoted. തന്റെ പ്രതിസന്ധികളിലെല്ലാം In the midst of all the trials, അവൻ വിശ്വസ്തനായി വിശ്വസ്തയോടെ ദൈവത്തെ നോക്കി കണ്ടു. he stood faithful and looked to God. അവന് പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ ഉണ്ടായ സമയത്തൊക്കെ When he had trials and problems, അവന്റെ ഹൃദയം നുറുങ്ങി, നമുക്കറിയാം ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനെന്ന് നമ്മുടെ വചനത്തിൽ കാണുന്നു. to those whose heart is those are contrite heart, God is near them. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. God, the Lord is near to them that are of a ദാനിയേലിന്റെ ജീവിതത്തിലും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നപ്പോൾ ദൈവം ദാനിയേലിനെ കൈവിടാതെ ചേർത്ത് പിടിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. We see that in the midst of all the trials that Daniel faced, God was near him. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ അല്ലെ ശത്രുക്കൾ നമ്മുടെ നേരെ വരുമ്പോൾ, even in our lives when we are having trials, when there are enemies surrounding us, ആ ശത്രുവിനെ തകർക്കുവാൻ കഴിവുള്ള ദൈവമാണ്. we see a God who is able to destroy the enemies. സിംഹക്കുഴിയിലിട്ട ദാനിയേലിനെ രക്ഷിച്ച ദൈവം ആ സിംഹങ്ങളുടെ വായ അടയ്ക്കുവാൻ കഴിവുള്ള ദൈവമാണ്. A God who rescued Daniel and closed the mouth of the lions in the den. ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ജീവിയാണ് സിംഹം. The lion is a very dangerous animal. അതിന്റെ ഡെന്നിൽ കുഴിയിലേക്കാണ് ദാനിയേലിനെ ഇട്ടത്. And Daniel was thrown into a den of lions. എന്നാൽ നമ്മുടെ ദൈവം ആ സിംഹങ്ങളുടെ വായ അടയ്ക്കുവാൻ ശക്തനാണ്. Our God is a powerful God who is able to close the mouth of the lions. നമുക്ക് പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ, when we have trials, when we have temptations, നമ്മെ ശക്തനാക്കുന്നവനാണ് ദൈവം. God is one who strengthens us. മുൻപോട്ട് നയിക്കുന്നവനാണ് ദൈവം. God is one who guides us forward. ദാനിയേലിന്റെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം വീശുന്നത്, the light that the life of Daniel shows us. ദൈവം നമ്മെക്കുറിച്ച് വിചാരിക്കുന്ന മത്തായി സുവിശേഷം 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം കാണുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. In Matthew 5 verse 14 we read that you are the light of the world. ദാനിയേൽ ആ കാലഘട്ടത്തിൽ ഒരു ലോകത്തിന്റെ വെളിച്ചമായി മാറിയ ഒരു മനുഷ്യനാണ്. In his time, Daniel was a light to the world at that time. നാമും ദൈവം ആഗ്രഹിക്കുന്നത് നാം ലോകത്തിന്റെ വെളിച്ചമാകണം, അല്ലെങ്കിൽ നാം മറ്റുള്ളവർക്ക് വെളിച്ചമാകണം എന്നുള്ളതാണ്. God's desire is that we be a light
to others. അത് മറച്ച് അത് ആ ഭാഗത്ത് നമുക്ക് കാണുന്നത് അത് എന്തെങ്കിലും കൊണ്ട് ആ വെളിച്ചം മറച്ചു വെക്കേണ്ടതല്ല. The light is not to be kept under a bushel. നാം വെളിച്ചമായാൽ നമുക്ക് ചുറ്റുമുള്ളവർ ആ വെളിച്ചം അവർ അനുഭവിക്കും. When we have light, others around us will also see that light. അപ്പോൾ നാം ലോകത്തിന്റെ വെളിച്ചമായി തീരേണ്ടത് അത്യാവശ്യമാണ്. So we need to be a light to the world. ദാനിയേലിനെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ When God selected Daniel, അവൻ ദൈവസന്നിധിയിൽ ഉറച്ചു നിന്നു. he stood firm in his faith in God. അവന് ദൈവത്തെ എപ്പോഴും മുറുകെ പിടിച്ചു. He held on to God. അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. He was prayerful. ഒരു പ്രാർത്ഥനാ വീരൻ എന്ന് തന്നെ നമുക്ക് പറയാം. We could say that he was a prayer warrior. ഏത് പ്രതികൂല ഘട്ടങ്ങളിലും ദാനിയേൽ പ്രാർത്ഥിക്കുന്നതായിട്ട് 3 നേരവും പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് In the സാധിക്കും. midst of all trials, he prays to God 3 times a day. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ When we have trials and problems in our life, ദാനിയേലിനെ പോലെ നമുക്കും പ്രാർത്ഥനാ വീരന്മാരായി മുന്നോട്ട് പോകാം. we should be prayer warriors like Daniel. ദൈവം നമ്മെ അനുഗ്രഹിക്കും. God will bless us. നമ്മെ അറിയുന്ന ദൈവമാണ്. God knows us. ദാനിയേൽ വളരെ വിനയമുള്ളവനായിട്ട് ഒബീഡിയൻസ്, അതാണ് അവിടെ ഇംഗ്ലീഷിൽ ഉച്ചരിച്ചിരിക്കുന്ന പദം. വളരെ വിനയാന്വിതനായിട്ട് അല്ലെങ്കിൽ വിനയമുള്ളവനായി അനുസരണയുള്ളവനായി ദൈവം എന്ത് പറഞ്ഞാലും അത് അനുസരിക്കുന്ന ഒരു മകനായിട്ട് ദാനിയേലിനെ ഇവിടെ കാണുവാനായിട്ട് We see സാധിക്കും. Daniel as one who obeys God. നമ്മുടെ ജീവിതത്തിലും ദൈവത്തെ അനുസരിക്കുന്ന ആൾക്കാരായിട്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കാം. Let us live lives that are in obedience to God. പ്രത്യേകിച്ച് യൂത്തായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, Especially to the youth here. നിങ്ങളുടെ ജീവിതത്തിലും അനേക പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ വരും. In your lives also, you will have a lot of trials, a lot of temptations. എന്നാൽ യുവാവായ ദാനിയേൽ അവിടെ ദൈവത്തെ തിരഞ്ഞെടുത്തു, അല്ലെ ദൈവ മാർഗം മാത്രം അനുസരിച്ച് മുന്നോട്ട് ജീവിച്ചു. You see, Daniel, that he chose the path of obedience to God. നിങ്ങളുടെ ഹൈസ്കൂൾ ജീവിതങ്ങളിൽ, കോളേജ് ജീവിതങ്ങളിൽ അനേക പ്രതികൂലങ്ങൾ നിങ്ങളെ ബാധിച്ചേക്കാം. In your high school life, in your college, in your university, you would have a lot of trials. എന്നാൽ നിങ്ങൾ ദൈവത്തെ മുറുകെ പിടിക്കുന്നവരാണെങ്കിൽ, But if you hold on to God, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. God will bless you. ദാനിയേൽ ചാൻ പറഞ്ഞു, മക്കളുടെയും കൊച്ചുമക്കളുടെയും ഒക്കെ നല്ല ജീവിതം കാണുവാൻ പുള്ളിക്ക് ദൈവം സഹായിച്ചു എന്ന്. Daniel uncle spoke about him being able to see the lives of his children and grandchildren. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത് സങ്കീർത്തനം 128 5 വാക്യമാണ്. What came to my mind was Psalm 128 verse 5. അവിടെ നാം കാണുന്നത്, യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും, നിന്റെ ആയുഷ്കാലമൊക്കെയും നീ നന്മ കാണും. You see there that the Lord bless you out of Zion, and may you see the good of Jerusalem all the days of your life. നാം എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നാം ഒരു മാതൃകയായിരിക്കണം. അത് അടുത്ത തലമുറയെ അത് വളരെ എഫക്റ്റ് ചെയ്യും. Our life should be a model and example to the next generation. നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, for the next generation to be blessed, നാം ദൈവസന്നിധിയിൽ ദൈവ വഴിയിലാണോ എന്ന് നാം ചിന്തിക്കണം. we should ask if we are in God's path, following God. നാം എങ്ങനെയെങ്കിലും ജീവിച്ചിട്ട് നമ്മുടെ മക്കളെ ദൈവ വഴിയിൽ നടക്കണമെന്ന് നാം ആഗ്രഹിച്ചിട്ട് ഒരു കാര്യവുമില്ല. If we live the way we want, we can't expect our children to follow suit. നമ്മുടെ അനന്തര തലമുറയുടെ നന്മ നാം കാണണമെങ്കിൽ നാമും അതിനുവേണ്ടി പ്രവർത്തിക്കും. നാമും ദൈവത്തോടടുത്ത് ജീവിക്കുന്നവരായിരിക്കണം. If we want to see our children to be blessed, നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മുടെ തലമുറയെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. Our God is a God who blesses us and our children. നാം ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുന്നവരാണ്. We should trust in God and love God. നമ്മുടെ അടുത്ത തലമുറയും ആ രീതിയിൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. Then the next generation will also be blessed. അവർക്ക് വരുന്ന നന്മ നമുക്ക് കാണുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കും. And God will help us to see his goodness in the lives of our children. നമുക്കും പ്രാർത്ഥനാ ജീവിതമുള്ളവരായി നമുക്കും ജീവിക്കാം. Let's live lives, the prayerful lives. നമുക്ക് ഈ ഭൂമിയിൽ കിട്ടുന്നത് വളരെ ചുരുങ്ങിയ സമയമാണ്. We got a very short time here on earth. എന്നാൽ നാം അനേക കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ള ഒരു തത്രപ്പാടിലാണ് നാം. But and also we are hurrying, we are struggling because we have lots of things to accomplish. ആരോട് ചോദിച്ചാലും എല്ലാവരും ബിസിയാണ്. Whenever we ask anyone, everyone's busy. ജോലി ഇല്ലാതെ ഇരിക്കുന്നവരോട് ചോദിച്ചാലും ബിസിയാണ്. Even those who don't have a job, they also say they are busy. ജോലിയുള്ളവരോട് ചോദിച്ചാൽ അതിലും ബിസിയാണ്. Those who have a job, they are even more busy. എല്ലാം കഴിഞ്ഞിട്ടാണ് നാം ദൈവത്തിന് പ്രാധാന്യം പലപ്പോഴും കൊടുക്കുന്നത്. Most of the time we give importance to God only after we give God the least priority. എന്നാൽ നാം ചിന്തിക്കേണ്ട നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ,
But we should realize that if our children and the next generation should be blessed, മുമ്പേ അവന്റെ രാജ്യവും നീതിയും നാം അന്വേഷിക്കണം. we should seek first the kingdom of God and His തീർച്ചയായും righteousness, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. and certainly God will bless you. നമ്മുടെ പാത അത്ര സുഖമുള്ളതായിരിക്കത്തില്ല. Our path may not be so comfortable. അനേക പ്രയാസങ്ങൾ ദാനിയേൽ നേരിട്ടു. Daniel faced a lot of trials. പക്ഷേ ദൈവം അവനെ സ്നേഹിച്ചു എന്ന് നമുക്ക് പല ഭാഗങ്ങളിലും കാണുവാനായിട്ട് സാധിക്കും. But we see that he was God's beloved. അബ്രഹാമിനോട് ഉൽപ്പത്തിയിൽ ദൈവം പറഞ്ഞതുപോലെ നിന്റെ തലമുറയെ ഞാൻ അനുഗ്രഹിക്കും. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. God promised Abraham that he would bless his offspring, and that's God's promise. നമ്മുടെ ദൈവം വാഗ്ദത്തങ്ങൾ നിറവേറ്റുന്ന ദൈവമാണ്. He's a God who fulfills his promises. ഒരിക്കലും നമ്മെ അനാഥരായിട്ട് വിടുന്ന ദൈവമല്ല. He does not leave us or forsake us. നമ്മുടെ പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ നമ്മളെക്കാൾ മുന്നമേ അറിയുന്ന ദൈവമാണ്. God knows our problems even before we know them. നമ്മെയും നമ്മുടെ തലമുറയും അനുഗ്രഹിക്കാൻ കഴിവുള്ള ദൈവമാണ്. God is a God who is able to bless us and our children. നാം ജോലി ചെയ്യുന്ന സ്ഥലത്ത്, in our places of work, നമ്മുടെ കുടുംബങ്ങളിൽ, in our families, നമ്മുടെ ജീവിതം എങ്ങനെയാണ്? how is our life? നാം കുടുംബമായി ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണോ? Do we follow God and pray to Him as individuals and as families? നമ്മുടെ വീടുകളിൽ കുടുംബ പ്രാർത്ഥനകളുണ്ടോ? Is there family prayer in our homes? എല്ലാവരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ തീർച്ചയായിട്ടും നാം സമയം കണ്ടെത്തണം. We should find time to sit together and pray at our homes. പല വീടുകളിൽ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഇതൊന്നും അറിയുക പോലുമില്ല. In several cases, the next generation doesn't even know about family prayer. നാം ചിന്തിക്കുമ്പോൾ വളരെ നിസ്സാരമായ കാര്യമാണ്. When you think about it, it seems like a very small thing. ബട്ട് നമ്മുടെ വീടുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മൾ ഒരുമിച്ചിരുന്ന് ദൈവത്തോട് നമ്മുടെ പ്രാർത്ഥിക്കുവാനും ദൈവസന്നിധിയിൽ അല്പസമയം ചെലവഴിക്കുവാനും നാം കണ്ടെത്തണം. In our homes, we should find time to sit together as a family with our children and pray. എല്ലാവരുടെയും ജീവിതം വളരെ ബിസിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. Everyone's lives is quite busy. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അല്പസമയമെങ്കിലും 24 മണിക്കൂർ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരു അരമണിക്കൂറെങ്കിലും ദൈവത്തിന് വേണ്ടി ചെലവഴിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, we got 24 hours of it. If we don't have time, even half an hour to spend with God, നിന്റെ അടുത്ത തലമുറയെ ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ, if the next generation has to be blessed, നീ മുട്ടിന്മേൽ നിന്ന് നിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. should kneel and pray before God. ദൈവം നിന്റെ തലമുറയെ അനുഗ്രഹിക്കും. God will bless your children. നിന്നെ അനുഗ്രഹിക്കും. God will bless you. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. He's our God forever. ആ ദൈവത്തെ ആശ്രയിക്കാം. Let's trust in this God. അവനിൽ ശരണപ്പെട്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. And let's look to Him and pray to Him. എല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. May God bless us all. Close in prayer. Heavenly Father, we thank you. Thank you for your word, for speaking to our hearts. You see Daniel, whom you have set as an example for us to follow. Pray that you would help us to be obedient, to be prayerful like Daniel, to be brave like Daniel, and to stand for you and to trust in you in the midst of trials. Pray that you would help us and your grace would be upon us. In Jesus' name, amen. Amen.